നമസ്കാരം. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമെന്ന് വിശ്വസിക്കുന്ന 11% ആളുകൾ എന്ന് ചില സർവേകൾ പറയുന്നു. സെൻറ്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് അവർ നടത്തിയ സർവേയിലാണ് രാജ്യത്തെ മതേതര കാഴ്ചപ്പാട് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ പോളിൽ പങ്കെടുത്ത 79% ആളുകളും ഇന്ത്യ മതേതര രാജ്യമായിരിക്കണമെന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. സർവേയിൽ പങ്കെടുത്ത ഓരോ 10 ഹിന്ദുക്കളിലും ഏകദേശം 8 പേർ രാജ്യം മതേതര ബഹുമത രാജ്യമായി നിലകൊള്ളണമെന്ന അഭിപ്രായം പ്രകടിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതേസമയം സർവേയിൽ പങ്കെടുത്തിട്ടുള്ള 10% ആളുകൾ എന്ന് പറയപ്പെടുന്നവർ അവർ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ തയ്യാറായിട്ടുമില്ല. 81% യുവാക്കൾ മതപരമായിട്ടുള്ള ബഹുസ്വരതയിൽ വിശ്വസിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുമ്പോൾ 73% പ്രായമായവരും ഇതേ നിലപാട് പുലർത്തുന്നവരാണ്. ഭൂരിപക്ഷം പേരും മതസഹിഷ്ണുത പുലർത്തുന്നവരാണ് എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ചിന്താഗതിയിലും മാറ്റമുണ്ട് എന്നും സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസം പോലുമില്ലാത്ത 72% പേരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉന്നത വിദ്യാഭ്യാസമുള്ളവരിൽ 83% പേരും തങ്ങൾ എല്ലാ മതങ്ങൾക്കും തുല്യപദവി കൽപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നു. സാമുദായിക സംഘർഷങ്ങളും സംഘടനകളും സാധാരണയായിട്ട് ഒരു നഗര പ്രതിഭാസമായി കാണപ്പെടുമ്പോൾ ഡാറ്റ മറ്റൊരു സൂചനയാണ് നൽകുന്നത്. നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവരെക്കാൾ മതപരമായ ബഹുസ്വരതയും സഹിഷ്ണുതയും പിന്തുണയ്ക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നു. തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് വോട്ടർമാരിൽ ആശങ്കയുണ്ടാക്കുന്ന പ്രധാന വിഷയം. അഴിമതിയും അയോധ്യയിലെ രാമക്ഷേത്രവും വോട്ടർമാർക്ക് വലിയ വിഷയവുമല്ല. ഡൽഹിയിലെ പുതിയ വോട്ടർമാർക്കിടയിലെ നടത്തിയ സർവേയിൽ കേന്ദ്ര സർക്കാർ ആവശ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ലെന്ന് 6 വീതം അഭിപ്രായപ്പെടുന്നു. കർഷക സമരം കർഷകരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തിയതാണ് എന്ന് 59% പേർ മനസ്സിലാക്കിയപ്പോൾ 16% പേരാകട്ടെ ഇത് സർക്കാരിനെതിരെയുള്ള ഗൂഢാലോചനയാണ് എന്ന് അഭിപ്രായം പങ്കുവച്ചു. 11% ആളുകൾക്ക് കർഷകരുടെ ആവശ്യങ്ങളെക്കുറിച്ചോ സമരത്തെക്കുറിച്ചോ തന്നെ അറിവില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അഴിമതി വർദ്ധിച്ചതായി 55% ആളുകളും കുറഞ്ഞതായി 19% ആളുകളും വിശ്വസിക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടപടി ഏതാണ് എന്ന ചോദ്യത്തിന് സർവേയിൽ പങ്കെടുത്തവരിൽ 22% പേർ പറഞ്ഞത് രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചും 48% പേർ അത് ഹിന്ദുക്കളുടെ വ്യക്തിത്വം ഏകീകരിക്കുവാൻ സഹായിക്കുമെന്നും അഭിപ്രായപ്പെട്ടു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്ന് വിശ്വസിക്കുന്ന 11% ആളുകൾ മാത്രമാണ് എന്നുള്ള സർവേ ഫലങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തു വരുന്നത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ്. കാരണം ഇത്തരത്തിലൊരു സർവേ നടത്തുമ്പോൾ രാജ്യത്തെ മതേതര കാഴ്ചപ്പാട് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രീ പോൾ സർവേ നടത്തപ്പെടുമ്പോൾ അതിൽ നിന്നുള്ള 79% വരുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള സർവേകളിൽ ഹിന്ദു രാഷ്ട്രമെന്ന് വിശ്വസിക്കുന്നവർ 11% എന്ന് പറയപ്പെടുന്നത്. ഞാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള സർവേകളോട് മുഖം തിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സർവേകളിൽ പലതും വ്യാജമാണ് എന്ന്. അത് വിശ്വസിക്കാൻ കഴിയുന്നല്ല, അവിശ്വസനീയമായ കണക്കുകളാണ് നൽകുന്നത് എന്നും. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് എന്ന് വാദിക്കുന്നിടത്ത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരിൽ 11% മാത്രമാണ് എന്നുള്ള സർവേ ഫലങ്ങളും അത്തരത്തിലൊന്നാണ് എന്ന് സൂചിപ്പിക്കേണ്ടി വരും. കാരണം പ്രീ പോളിൽ പങ്കെടുക്കുന്ന 79% ആളുകളും ഇന്ത്യ മതേതര രാജ്യമായിരിക്കണമെന്ന് വിശ്വസിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പറയുന്ന 11% ആൾക്കാർ ഉള്ളത്? അപ്പോൾ ഒരു ഹിന്ദു രാഷ്ട്രം എന്നുള്ളത് ആരുടെയും സ്വപ്നമല്ല, പക്ഷെ കുറച്ച് ആളുകളുടെ മാത്രം സ്വപ്നമായി നിലകൊള്ളുന്നു. പക്ഷേ അപ്പോഴും ഒരു രാഷ്ട്രം എങ്ങനെയായിരിക്കണം, മതേതര മുഖത്തോടു കൂടിയുള്ളതായിരിക്കണമെന്ന BJP അടക്കമുള്ളവരുടെ വാദത്തോട് എപ്പോഴും യോജിക്കുന്ന ഒരു സമീപനം തന്നെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. മതേതരത്വ മുഖം വേണമെന്ന് തന്നെയാണ് BJPയുടെയും ആവശ്യം. അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഹിന്ദു രാഷ്ട്രം എന്നുള്ള വാദത്തിനപ്പുറം ഒരു മതേതര മുഖം ഉണ്ടാകുന്ന രാഷ്ട്രമായി മാറേണ്ടതിൻ്റെ ആവശ്യകത അത്ര വലുതുമാണ്. അത്തരത്തിൽ മത സാമുദായിക ശക്തികൾക്കപ്പുറം ഇന്ത്യ എന്ന് പറയപ്പെടുന്നത് ഒരു ജനകീയ ജനാധിപത്യ സംവിധാനത്തിനുള്ളിലുള്ളതാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ക്രോഡീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു രാജ്യമായി ഇന്ത്യ അറിയപ്പെടും. അവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെന്നോ പാഴ്സിയെന്നോ ജൈനനെന്നോ ഉള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവർക്കും ഇന്ത്യ എന്ന് പറയപ്പെടുന്നത് ഒരു വികാരമാണ്. അത് ഹിന്ദുവിനാണെങ്കിലും മതേതരത്വ മുഖമുള്ള മറ്റാൾക്കാർക്കാണെങ്കിലും.